ഹലോ ബഹ്റൈൻ, പാട്ടും വർത്തമാനവും എന്ന ലൈവ് ബഹ്റൈൻ്റെ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗസൽ ബഹ്റൈൻ ടീമാണ്. നാടിന്റെ തീരം വിട്ട് ആകാശത്തേരിൽ വന്ന് വാനോളം സ്വപ്നം കണ്ട ഞങ്ങൾക്ക് തണലും തന്ന് പരദേശിക്കെന്നും നെഞ്ചിൽ ഈ നാട് സ്വർഗം തന്നെ ജീവിതം തന്നതിന് റൂഹോളം ശുക്രുണ്ട്. രണ്ടായിരത്തി 2023-2024 ബഹ്റൈൻ നാഷണൽ ഡേ ഡിസംബർ 16. നമ്മുടെ ബഹ്റൈൻ കേട്ടുണർന്നത് 2 നാഷണൽ ഡേ സോങ്ങുമായിട്ടാണ്. അതിൻ്റെ ക്രിയേറ്റേഴ്സാണ് നമ്മുടെ കൂടെയുള്ള ഗസൽ ബഹ്റൈൻ ടീം. അവർ ഈ നേരം കൊണ്ട് തന്നെ 3 ആൽബങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലേറെ 100-ലധികം വേദികളിൽ മുട്ടിപ്പാട്ടുമായിട്ട് ഗസൽ ബഹ്റൈൻ ടീം ബഹ്റൈൻ്റെ ഹൃദയത്തുടിപ്പായി ഇന്നും നിലകൊള്ളുന്നു. നമുക്കവരെ പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷമീർ കണ്ണൂർ, അഷ്റഫ് സലാം, ഇസ്മായിൽ തേരൂർ. ടീം ഗസൽ ബഹ്റൈൻ, ആൾറെഡി നിങ്ങൾ 2 നാഷണൽ ഡേ സോങ് ചെയ്തിരുന്നു. അത് ചെയ്യാനുണ്ടായ കാരണം? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ബഹ്റൈൻ എന്ന ഈ പവിഴദ്വീപിലാണ്, ഈ മനോഹരമായൊരു രാജ്യം. അപ്പോൾ ഇതിൻ്റെ നാഷണൽ ഡേ ഇവർ നല്ല രീതിയിലാണ് കൊണ്ടാടാറ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഗസൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ മുട്ടിപ്പാട്ട് ടീമുണ്ട്. ഞങ്ങളിവിടെ അത്യാവശ്യം വേദികളിൽ ഇങ്ങനെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ തന്നെ ഗായകരുണ്ട്, നല്ല ഗായകരുണ്ട്. ആ ഗായകർക്ക് ഇപ്പം ഞാൻ വരികൾ എഴുതി കൊടുക്കുമ്പോൾ അവരെന്നെ അത് ചിട്ടപ്പെടുത്തി നല്ലൊരു ട്യൂണാക്കി മാറ്റാറുണ്ട്. അപ്പം എന്തുകൊണ്ട് ഒരു നാഷണൽ ഡേ സോങ് നമുക്ക് ചെയ്തുകൂടാന്നുള്ള ആശയം ഞങ്ങളെ മാനേജർ അഫ്സൽ അബ്ദുള്ളായിട്ട് പങ്കുവച്ച്, അപ്പോൾ ആ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമുക്ക് ഈ പ്രാവശ്യം 2023 നമുക്കൊരു നാഷണൽ ഡേ സോങ് ചെയ്യണം. അത് മറ്റുള്ള നാഷണൽ ഡേ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ പ്രവാസി സോങ് പോലെ പോകാണ്ട് മുട്ടിപ്പാട്ടിൻ്റെ താളത്തിലൊരു സോങ്. നമ്മളൊരു ഗസൽ ബഹ്റൈൻ ഒരു മുട്ടിപ്പാട്ട് സംഘമാകുമ്പോൾ അതിൻ്റെ താളത്തിലൊരു സോങ്. അപ്പോൾ അതിൻ്റെ വരികൾ എഴുതി ഷമീർ കണ്ണൂരും ഇസ്മായിൽ തീരും അവർ ചിട്ടപ്പെടുത്തി, പിന്നെ അത് അങ്ങോട്ട് നല്ലൊരു ഗാനമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് നാസർ ഹലീമാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് നമ്മളെ കൂടെ നിന്ന്, അപ്പോൾ ഗസൽ ബഹ്റൈൻ്റെ എല്ലാ ടീമുകളും അതിനോട് അനുബന്ധിച്ച് നിന്ന് നമ്മൾക്ക് ക്യാമറമാനായിട്ട് നമ്മളെ സുഹൃത്ത് ഹാരിസ് കാച്ച് വന്ന് അങ്ങനെ ഒരു ടീമായിട്ട് നല്ലൊരു സോങ് പുറമെടുക്കുകയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഇസാ ടൗണിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഹ്റൈനിലെ ഒരു സ്വദേശികളെ തന്നെ ഒരു ചാനലുണ്ട്, ട്രെൻഡ് ബഹ്റൈൻ. അവരതിൻ്റെ വീഡിയോസ് എടുത്ത് അവരെ ചാനലിലിടുകയും അതിൻ്റെ ഒരു താളം ഇവിടുത്തെ സ്വദേശികൾ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യണ്ടേ. അത് ഞങ്ങൾക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. വളരെ സന്തോഷം നൽകിയ ഒരുപാട് നല്ല വാക്കുകൾ ആ പാട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. ഈ 2 നാഷണൽ ഡേ സോങ്ങുകളും രൂപീകൃതമായിട്ടുള്ളത് കടുത്ത സൗഹൃദത്തിൽ നിന്നുമാണ്. അതിന് അണിയറ ശില്പികളിൽ ഒരാളായ ഇസ്മായിൽ തേരൂർ നമുക്കെല്ലാം വളരെ സുപരിചിതനാണ്. ബഹ്റൈനിലെ വേദികളിൽ ഫ്ലൂട്ടിൻ്റെ താളം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഇസ്മായിൽ തേരൂർ. അഷ്റഫ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പാട്ട് എഴുതിവിടും, ഒരു വരികളൊക്കെ എഴുതിവിടും. ഞങ്ങളതിങ്ങനെ ഒരു പാട്ടാക്കി ഇങ്ങനെ ട്രൈ ചെയ്യും, ചെയ്ത് നന്നാവും. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടപ്പോൾ ഞാൻ ചോദിക്കാം, നമുക്കിത് ഒരു നാഷണൽ ഡേ സമയമാകുമ്പോൾ നാഷണൽ ഡേ സോങ് ആക്കിയാലോ. അങ്ങനെ സമീർ ഖാനുമായി സംസാരിച്ചപ്പോൾ സമീർക്ക് ഞാനും കൂടെ ഒരു ട്യൂണാക്കി എടുത്ത് അതിനെ യോജിച്ച വരി അഷ്റഫ് തന്ന് അങ്ങനെ 2 പാട്ട് ഞങ്ങൾ ഇറക്കി. മുട്ടിപ്പാട്ട് കൂടെ തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ കോറസൊക്കെ വെച്ചിട്ട് കരോളൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് മുട്ടിപ്പാട്ടിൽ കൂടെ എടുത്ത് 2 സോങ് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജയിച്ചു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഗസൽ ബഹ്റൈൻ എന്ന മുട്ടിപ്പാട്ട് സംഘം. ബഹ്റൈനിലെ 100ഓളം വേദികൾ കീഴടക്കിയ ജനഹൃദയങ്ങൾ കീഴടക്കിയ മുട്ടിപ്പാട്ട് ടീമിൻ്റെ ക്യാപ്റ്റൻ ഷമീർ കണ്ണൂർ. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ ടീമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അഷ്റഫ് ഇങ്ങനെ ഈ ഇസ്മായിൽ പറഞ്ഞ പോലെ തന്നെ വരികൾ എഴുതി തരും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് VR വന്നിട്ട്, അപ്പോൾ അതിലിങ്ങനെ ഒരു വരികളിൽ തരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് പാടി നോക്കും. അപ്പോൾ അങ്ങനെ ഇസ്മായിൽ കലാപരമായിട്ടുള്ളതാണ് പരിചയമുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ തന്നെയാണ് ഇതിങ്ങനെ കൂടുതലായിട്ട് നമ്മളെ ഈ പാട്ടും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിക്കൊണ്ട് നമ്മളങ്ങനെ വരികൾ എഴുതി അയച്ചു തരുന്നതിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്ത് പാടി അങ്ങനെ അത് ക്ലിക്കാവുന്ന കണ്ടപ്പോൾ നമ്മൾ 2ാമത്തെ വർഷവും
ഒരു പവിഴത്തിൻ പറുദീസ എന്ന് പറഞ്ഞൊരു പവിഴത്തിൻ പറുദീസ പറയാമൊരു പുതുദിസ ആ ഒരു പാട്ടിറക്കി. അപ്പോൾ അത് നന്നായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അറബികളിൽ ഏറ്റെടുത്ത് ആ പാട്ട് നല്ല ഹിറ്റായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ നമ്മൾ എല്ലാ ആഴ്ചകളിലും കൂടിയിരുന്ന് മുട്ടിപ്പാട്ടിൻ്റെ റിഹേഴ്സൽ, അതിൻ്റെ ഇടയിൽ പാട്ടിൻ്റെ വർത്താനം, പാട്ട് ഇതന്നെയായിരുന്നു നമ്മളെ കുറേ കാലമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തി പോകാനുള്ള ഒരു കാരണം. അപ്പോൾ ഇപ്പോൾ പിന്നെ അഷ്റഫിൻ്റെ ഒരു നബിദിന ഒരു ഗാനം എനിക്ക് അയച്ചു ഞാൻ പാടി, അങ്ങനെ അതൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. നമ്മൾ വീണ്ടും ഒരു വർഷം കടന്നു പോയിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ മറ്റൊരു ഡിസംബർ വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നോർമലായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മറ്റൊരു നാഷണൽ ഡേ സോങ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റ് വല്ലതും വരാനുണ്ടോ നാഷണൽ ഡേ റിലേറ്റഡ് ആയിട്ട്? നാഷണൽ ഡേയുടെ സമയത്ത് നടക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒരു നാഷണൽ ഡേ സോങ് അല്ല, ഒരു പ്രവാസികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോങ് അഷ്റഫ് എഴുതി വെച്ചിട്ടുണ്ട്, ടൂണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലുള്ളത്. മിക്കവാറും ഇപ്പം അടുത്ത് തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയുള്ളത്. ഒരു ഫിലിം മൂഡ് പിടിക്കുന്ന ഒരു സോങ് പോലെ തോന്നണം. ഇപ്പൊ ഇതുവരെയും ചെയ്ത് വെച്ചിട്ട് നാഷണൽ ഡേ സോങ് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങി വന്നപ്പോ ട്യൂണിട്ട് വന്നപ്പോ അതൊരു വേറൊരു ശൈലിക്ക് പോയാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് അത്യാവശ്യം നല്ലൊരു ട്രാക്കൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാനുള്ള കാലങ്ങളിൽ അങ്ങനെയൊക്കെ നിൽക്കണത്. പിന്നെ അത് കൂടാണ്ട് തന്നെ വേറൊരു ആൽബം ചെയ്യാനുള്ള രീതിയിൽ അത് കുട്ടിപ്പാട്ടിന്റെ ഒരു താളത്തിൽ തന്നെ ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ രണ്ടിന്റെ ട്യൂണും പാടണവും ഒക്കെ ഇവരെന്നെയാണ്. തീർച്ചയായിട്ടും മറ്റു 2 ആൽബങ്ങളും വിജയിച്ചതുപോലെ ഇതും വലിയൊരു വിജയമായിരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു പ്രണയ സോങ്, ഒരു ആൽബം ഇസ്മായിൽ തിരു അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ അഷ്റഫ് സലാമിന്റെ എഴുത്തിൽ പിറവി കൊണ്ട മറ്റൊരു സംരംഭം. മനച്ചില്ലയിൽ മധുരം തരും മണിക്കുയിലായി പാടും കിളിമൊഴിയെ തേടി ഞാൻ അലയും തിര പോലെ പരതും ഇടവഴികൾ പിടയും മരമാലേ ഇരവും പകലുകളും തിരയും കരളാലേ വന്നപ്പട്ടിൻ ചെലയണിഞ്ഞവൾ ഒരുങ്ങി വന്നൊരു ചേല് മയങ്ങി നിന്നെൻ കൽബ് തെളിഞ്ഞ വാനിൽ പൂത്തു നിന്നൊരു ചന്ദ്രബിംബം പോലെ വിരിഞ്ഞ ചെമ്പകപ്പൂവേ. ഒരുപാട് ആൽബങ്ങളിൽ ഞാൻ എഴുതി കണ്ട പേരാണ് എഴുത്ത് അഷ്റഫ് സലാം. ഈ ഗസൽ ബഹ്റൈൻ ടീമിന് വേണ്ടി നിങ്ങൾ എത്ര ആൽബം ചെയ്തിട്ടുണ്ട്? നമ്മൾ 3 പാട്ടല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളൊരു ഇതുണ്ട്, ഒരു നെടുദിന പാട്ടുണ്ട്. ഞങ്ങൾ ആ ടൈമിൽ അന്ന് കുറച്ച് റെക്കോർഡ് ചെയ്ത് പിന്നെ അതിന്റെ ട്യൂണൊക്കെ ചെയ്ത് റിലീസ് ചെയ്യാത്ത ഒരുപാട് പാട്ടുകൾ ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കുറച്ചന്ന് ചെയ്തിട്ട് നമ്മള് പാടി വെച്ചൊരു പാട്ടുണ്ട്. ഇന്നെന്റെ കനവിൽ വരുമോ റസൂലേ, കണ്ണാലെ കാണാൻ കൊതിയുണ്ട് നൂറെ, മഴവില്ല് തോൽക്കും അമുഖമൊന്ന് കാണാൻ കനവിലായൊന്ന് വരുമോ റസൂലേ. പാട്ട് മുഴുവൻ എഴുത്തന്നിട്ടുണ്ട്, പക്ഷെ പാടാൻ ശരിക്കും നല്ല നല്ല പാട്ടുകളെല്ലാം നിങ്ങൾ എപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ജനങ്ങളിലേക്ക് അത് കയ്യിൽ കൊടുത്തിട്ടില്ല. അഷറഫിന്റെ പ്രത്യേകത 2 ദിവസം മുമ്പ് ഒരു വരി എഴുതിയിട്ട് ഗ്രൂപ്പിലിടും, ഇതൊന്ന് ട്യൂണാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ടാണ് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യാൻ വൈകുന്നേരം റെക്കോർഡ് ചെയ്തിട്ട് പാട്ട് വരി ഫുള്ളാക്കിയിട്ടുണ്ടാവില്ല, ഇതിന് ട്യൂണ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പോയി ശരിക്കും നിങ്ങളെ കാണുമ്പോൾ പിന്നെ നമ്മള് പ്രവാസികള് നമ്മളെ ജോലി കഴിഞ്ഞ് പിന്നെ ഈ പണീന്റെ ഇടയിലുള്ള കുറച്ച് സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രാത്രിയിലെ നാട്ടിലെ പോലെ നമുക്ക് ഇതെല്ലാം ഇതിനായിട്ട് സമയമില്ല. നിങ്ങളുടെ ഒത്തുചേരലുകളെല്ലാം സംഗീത സാന്ദ്രമായിരിക്കും, കൊട്ടും പാട്ടെല്ലാം ആയിട്ട്. ഒരുപാട് പാട്ടുകളല്ലേ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. ഹുദൈബിയിലെ തെരുവുകളിൽ കുറെ നമ്മളെ പാട്ടുകളുണ്ടാവും. ചിലപ്പോ ചായ പിടിക്കാൻ പോയിട്ട് നമ്മളെ ആടിയിരുന്ന് കൂട്ടിപ്പാടും, ചിലപ്പോ ഓരോ ചായക്കടന്റെ പാടും. അതൊക്കെ അങ്ങനെ ആ ഒരു ടൈം പാസ്. അപ്പൊ എന്തെങ്കിലും വരി ഉണ്ടാക്കി പുതിയൊരു ചായപ്പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഗീതത്തിലൂടെ സൗഹൃദം വളർന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ സൗഹൃദത്തിലൂടെ സംഗീതം വളരുന്നത് ഗസൽ ബഹ്റൈൻ ടീമിലൂടെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ച
ഗസൽ ബഹ്റൈൻ ടീംസിന് ഒരുപാട് നന്ദികളോടുകൂടി ഈ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പാട്ടും വർത്തമാനം അടുത്തൊരു ടീമുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു. ലൈവ് ബഹ്റൈൻ.